തെരഞ്ഞെടുപ്പ് ബോണ്ട് വഴിയുള്ള സംഭാവനകളുടെ ഉറവിടം രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമാക്കണമെന്ന് സുപ്രീം കോടതി. ബോണ്ട് വഴി ലഭിച്ച തുകയുടെ വിശദാംശങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കണം. ബോണ്ട് വാങ്ങിയവരുടെ പേരും അക്കൗണ്ട് വിവരങ്ങളും മുദ്രവച്ച കവറിൽ സമർപ്പിക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. ബോണ്ടുകൾ സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച കോടതി കേസിൽ വിശദമായ വാദം കേൾക്കാൻ തീരുമാനിച്ചു. രാഷ്ട്രീയ പാർട്ടികൾക്ക് കോർപ്പറേറ്റുകളിൽ നിന്ന് പണം കൈപ്പറ്റാൻ നടപ്പാക്കിയ ഒട്ടും സുതാര്യതയില്ലാത്ത പദ്ധതിയാണ് തെരഞ്ഞെടുപ്പ് ബോണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി CPM-ഉം അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും നൽകിയ ഹർജികളിലാണ് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഇതുവരെ ബോണ്ടിലൂടെ ലഭിച്ച സംഭാവനയുടെ കണക്ക് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കണം. സംഭാവന നൽകിയത് ആര്, ലഭിച്ച തുക എത്ര തുടങ്ങിയ വിവരങ്ങൾ ഉണ്ടായിരിക്കണം. പുറമെ അവരുടെ അക്കൗണ്ട് വിശദാംശങ്ങളും സമർപ്പിക്കണം. മെയ് 30-നകം മുദ്രവെച്ച കവറിലാണ് വിവരങ്ങൾ കൈമാറേണ്ടത്. മെയ് 15 വരെയുള്ള കാലയളവിൽ ലഭിക്കുന്ന സംഭാവനയുടെ കണക്കുകളും സമർപ്പിക്കണം. അതേസമയം തെരഞ്ഞെടുപ്പ് ബോണ്ട് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. കേസിൽ വിശദമായി വാദം കേൾക്കേണ്ടതുണ്ട് എന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. കള്ളപ്പണം വെളുപ്പിക്കാൻ മാത്രമല്ലേ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ കൊണ്ട് ആവുക എന്ന് കഴിഞ്ഞ ദിവസം വാദത്തിനിടെ കോടതി ചോദിച്ചിരുന്നു. എന്നാൽ സർക്കാരിന്റെ നയപരമായ തീരുമാനം ഇതാണെന്നും സുതാര്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും കോടതി ഈ അവസരത്തിൽ ഇടപെടരുത് എന്നുമായിരുന്നു കേന്ദ്ര സർക്കാർ നിലപാട്. ബോണ്ടുകളെ പൂർണ്ണമായി എതിർത്തിരുന്നില്ല എങ്കിലും സുതാര്യതയുടെ പ്രശ്നമുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചൂണ്ടിക്കാട്ടിയിരുന്നു. ടി കെ റാഷിദ്, മീഡിയ 1, ഡൽഹി.